ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമാക്കുകയാണ്. വിഷയങ്ങൾ നിരവധിയുണ്ട്. CPO ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ 1 മാസമായി നടത്തുന്ന സമരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് ഇവർ കരുതുന്നത്. സമരത്തിലാണ് ചെറുപ്പക്കാർ. പൊരിവെയിലാണ്, കൊടും ചൂടാണ്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ പ്രതിഷേധം ഇങ്ങനെ ഇരമ്പുകയാണ്. 1-2 ദിവസമല്ല, 38ാമത്തെ ദിവസം. മുട്ടിലിഴഞ്ഞു, ശവമഞ്ചം ചുമന്നു, മീശ പാതിവടിച്ചും മൊട്ടയടിച്ചും പ്രതിഷേധിച്ചു. ആഹാരത്തിന് പകരം പുല്ലു തിന്നു, പിന്നെ ഉപ്പുകലിൽ നിന്നു. മുദ്രാവാക്യങ്ങൾ ഉയർത്തി, റോഡ് ഉപരോധിച്ചും സമരം നടത്തി. പ്രതിഷേധ പൊങ്കാലയിട്ടു. ഒടുവിൽ ഗതികെട്ട സ്വന്തം ചോരയിൽ മുക്കിയ കൊടി ഉയർത്തി. പക്ഷേ എന്ത് ഫലം? രാഷ്ട്രീയ നേതാക്കൾ പലരും വന്നിട്ടുണ്ട്. വാഗ്ദാനങ്ങൾ പലതുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. സ്വാധീന ശക്തിയല്ലെങ്കിലും യുവതിയുടെ പ്രതിഷേധ ചൂട് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. ഞങ്ങൾ 10,000 ഉദ്യോഗാർത്ഥികളുടെ അവരുടെയും കുടുംബങ്ങളുടെയും നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇലക്ഷൻ ബഹിഷ്കരിക്കുക. നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നില്ല. ഞങ്ങളുടെ ഈ കണ്ണുനീര് കാണുന്നില്ലാത്ത ഗവൺമെന്റാണ് ഞങ്ങൾക്കും ആ രീതിയിൽ ഈ ഇലക്ഷനെ പ്രതികരിക്കാൻ കഴിയുള്ളൂ. സർക്കാർ ഞങ്ങൾക്ക് അനുകൂലമായിട്ടൊരു നിലപാട് തരുമെന്നാണ് ഇപ്പോഴും പ്രതീക്ഷ. ഇനിയും ഇലക്ഷന് കുറച്ച് ദിവസം കൂടിയാണ്. ഇനിയും നമുക്ക് അനുകൂലം അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ പ്രസ്ഥാനത്തിനോട് നമ്മൾ യോജിക്കില്ല. ഇന്ന് വരെ LDF മാത്രമേ കുത്തിയിട്ടുള്ളൂ. പക്ഷേ നമ്മളിവിടെ കിടക്കുന്നത് ഈ സർക്കാർ കാണണം. തെരഞ്ഞെടുപ്പിനോട് നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇത് ഇലക്ഷനിൽ പ്രതിഫലിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സർക്കാർ എന്തായാലും കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റൂല. നമ്മൾ എന്തായാലും പ്രതീക്ഷ ഇനിയും അസ്തമിച്ചിട്ടില്ല. സമരം തുടരുകയാണ്. CPO ഉദ്യോഗാർത്ഥികളുടെ ജീവിത സമരം. ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം.